ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണി പറമ്പിലച്ചൻ. മാർത്തോമ സ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ നവനാൾ 4-ാം ദിവസം. തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരി മർത്തയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയാലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിന് പരിമള തൈലം പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇതാ അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവന് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂർ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് പോകാം. ദീദിമസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ദീദിമോസ് എന്ന വാക്കിൻ്റെ സാധ്യതകൾ, അർത്ഥസാധ്യതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് സഹശിഷ്യന്മാരോട് പറഞ്ഞു. ആദ്യമായി ഓർക്കേണ്ടത്, പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഈ പ്രയോഗമുള്ളത്, സഹശിഷ്യന്മാർ. ഗ്രീക്കിൽ സിമ്മത്തേറ്റസ് എന്നാണ്. സിമ്മത്തേറ്റേസ്. മത്തേറ്റേസ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ, സിൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, കൂട്ടായി, ഒപ്പമുള്ളവൻ. നമ്മൾ സഹമുറിയൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സഹപാഠി, സഹശിഷ്യൻ. സിൻ പ്ലസ് മത്തേറ്റേസ്, സിമ്മത്തേറ്റേസ്. 12 പേരിൽ ഒന്നാമനാണ് പത്രോസ്. മത്തായി 10:2 ഒന്നാമൻ പത്രോസ് എഴുതിയിട്ടുണ്ട്. ഒന്നാമൻ നേതാവായിരുന്നു പത്രോസ് എന്ന് ലൂക്കാസ് സൂചിപ്പിക്കുന്നുണ്ട്. ലൂക്കാസ് 22:32 കർത്താവ് തന്നെ പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നീ നിന്റെ സഹോദരന്മാരെ തിരിച്ചു കൊണ്ടുവരണം, നീ നേതാവാണ്. ഈശോ തൻ്റെ സഭ സ്ഥാപിച്ചത് പത്രോസ് എന്ന പാറമേലാണ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ. ഈശോ സ്വർഗരാജ്യത്തിന് താക്കോലുകൾ കൈമാറിയതും പത്രോസിന് മാത്രമാണ്. മത്തായി 16:19. സാക്ഷാൽ ഇടയനായ ഈശോ തൻ്റെ അജഗണങ്ങളെ മേയ്ക്കാനുള്ള ഉത്തരവാദിത്തം കൊടുത്ത് മുഖ്യ ഇടയനായി നിയമിച്ചത് പത്രോസിനെയാണ്. യോഹന്നാൻ 21:15-17. എങ്കിലും ഇങ്ങനെയൊക്കെ പത്രോസിന് വലിയ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ തിരുവചനത്തിൽ തോമസ് അവരെല്ലാവരെയും വിളിക്കുന്നത് തൻ്റെ സഹശിഷ്യന്മാർ എന്നാണ്. പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരെ സഹശിഷ്യന്മാർ എന്ന ഗണത്തിലാണ് തോമസ് ലേഖ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 12 പേരുടെ ആ ഘടനയിലേക്ക് മാത്രമല്ല, ശ്ലൈഹിക ഘടനയിലേക്ക്, സഭയുടെ ശ്ലൈഹിക ഘടനയിലേക്ക് വെളിച്ചം വീശുന്ന തിരുവചനമാണ്. അപ്പസ്തോല ഗണത്തിലെ തുല്യരിൽ ഒന്നാമനാണ് പത്രോസ്. ശ്ലൈഹിക ഗണത്തിലെ ഈശോയുടെ 12 പേരിൽ 12 പേര് സഹശിഷ്യന്മാരാണ്. അപ്പോൾ അവരിൽ ആ ഗണത്തിൽ എല്ലാവരും തുല്യരാണ്. തുല്യരിൽ ഒന്നാമനാണ് പത്രോസ്. അങ്ങനെയെങ്കിൽ ഓരോ സ്ലീഹന്മാരുടെയും ശ്ലൈഹിക സഭയുണ്ട്, സ്ലീഹന്മാർ സ്ഥാപിച്ച സഭ. അപ്പം കത്തോലിക്ക സഭയിലെ സഹസഭകളിൽ ഒന്നാണ് പത്രോസിൻ്റെ സഭ എന്ന് പറയുന്ന പാശ്ചാത്യ സഭ, ലത്തീൻ സഭ. നമ്മൾ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭ പത്രോസിൻ്റെ സഭയാണ്, വലിയ സഭയാണ്. പക്ഷേ
കത്തോലിക്ക സഭയിൽ സഹസഭകളിൽ ഒന്ന് മാത്രമാണ്. സഹശിഷ്യന്മാരിൽ ഒന്നാമനാണ് പത്രോസ് എന്നതുപോലെ സഹസഭകളിൽ ഒന്നാമനാണ് പത്രോസിന്റെ സഭ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. തോമസിന്റെ സഭ പത്രോസിന്റെ സഭയുടെ സഹസഭയാണ്, സഹോദര സഭയാണ്, അന്തസ്സിലും അവകാശത്തിലും തുല്യതയുള്ള സഭ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കത്തോലിക്ക സഭയുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന വലിയ ആഴമേറിയ സന്ദേശം നൽകുന്ന ഒരു തിരുവചനമാണ്. കത്തോലിക്ക സഭ വ്യക്തിഗത സഭകളുടെ, സ്വയാധികാര സഭകളുടെ കൂട്ടായ്മയാണ് എന്ന കാര്യം ഈ ഒരൊറ്റ വചനത്തിൽ തോമസ് ലീഗ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കത്തോലിക്ക സഭ വിവിധ സഭകളുടെ കൂട്ടായ്മയാണെന്നത് രണ്ടാം വത്തിക്കാൻ സുനോദോസ് കണ്ടെത്തിയതൊന്നുമല്ല, കണ്ടുപിടിച്ചതല്ല, കണ്ടെത്തിയതാണ്. കണ്ടെത്തിയത് തിരുവചനത്തിൽ നിന്നാണ്, കണ്ടെടുക്കുകയായിരുന്നു. സഹശിഷ്യന്മാരോട് പറഞ്ഞു, തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, പത്രോസ് അടക്കമുള്ള സഹശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെയുള്ള സ്വയാധികാര സഭയുള്ള, സൂയി യൂരിസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് കാനലോയിൽ, സ്വയാധികാര സഭകളുള്ള അനേകം സഭകളുള്ള ഒരു സഭയുടെ ആ കൂട്ടായ്മയുടെ തലവനാണ് പത്രോസിന് പിൻഗാമിയായ റോമയിലെ മാർപ്പാപ്പ. അതുകൊണ്ടാണ് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു, അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനത്തിൽ 2:20-22 പൗലോസ് പറയുന്നു. ഏക സത്യസഭ പല അപ്പസ്തോലന്മാരിൽ പണിയപ്പെട്ടതിനാൽ വിവിധ സഭകളുടെ കൂട്ടായ്മയാണെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നതിന് മുൻപ് ആ സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് തോമസ് ലീഗയാണ്. സഹശിഷ്യന്മാർ എന്ന വാക്കിലൂടെ സഹസഭകൾ എന്നുള്ള ലൈംഗിക സഭയുടെ സഹസഭകൾ എന്ന ഒരു കാര്യം കൂടി കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങൾ, അതിൻ്റെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുക, ആ സുവിശേഷങ്ങളിൽ തോമസിലെ പേര് മാത്രമേ ഉള്ളൂ. അപ്പസ്തോല ഗണത്തിൽ തോമസ് ലീഗയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം യോഹന്നാൻ്റെ സഭയാണ് ചരിത്രപരമായി കൂടുതൽ, മറ്റൊക്കെ ചരിത്രപരം തന്നെ, പക്ഷെ കൂടുതൽ ചരിത്രത്തോട് അടുത്ത് നിൽക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം തോമസ് ലീഗയെ കുറിച്ചുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തി? എന്തുകൊണ്ട് മത്തായും, മർക്കോസും, ലൂക്കാസും അത് രേഖപ്പെടുത്തിയില്ല? നമ്മൾ ഓർക്കേണ്ടത്, മർക്കോസിൻ്റെ സുവിശേഷത്തെ വിളിക്കുന്നത് പത്രോസിൻ്റെ സുവിശേഷം എന്നാണ്. പത്രോസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടൊരു അപ്രാമാണിക സുവിശേഷമുണ്ട്, അതല്ല. പത്രോസിൻ്റെ ആധ്യാത്മികത, അല്ലേ, മിശികാനുഭവം, അതാണ് പത്രോസ് എഴുതിയെന്ന. പപ്പിയാസ് എന്ന് പറഞ്ഞാൽ 120 ഹീറാപോളിസിൻ്റെ മെത്രാനായിരുന്ന പപ്പിയാസ് പറഞ്ഞിട്ടുണ്ട്, പത്രോസിൻ്റെ പ്രഭാഷണങ്ങളെ വെളിച്ചത്തിലാണ് മർക്കോസ് സുവിശേഷം എഴുതിയത്. അതിനടിസ്ഥാനമാക്കി മത്തായും ലൂക്കായും എഴുതിയപ്പോൾ ആ 3 സുവിശേഷങ്ങളും പത്രോസിൻ്റെ സഭയുടെ പാരമ്പര്യങ്ങളാണ് കൂടുതലും നിൽക്കുന്നത്. പത്രോസിൻ്റെ സഭയുടെ പാരമ്പര്യങ്ങൾ. ഈ പത്രോസിൻ്റെ വലിയ സഭ മറ്റ് സഭകളെ, യോഹന്നാൻ്റെ സഭയെയും തോമസ് ലീഗയുടെ സഭയെയും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ, അതായത് പത്രോസിൻ്റെ സഭയുടെ ദൈവശാസ്ത്രവും പത്രോസിൻ്റെ സഭയുടെ വിശ്വാസവും പത്രോസിൻ്റെ സഭയുടെ ആധ്യാത്മികതയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകണം എന്ന് പത്രോസിൻ്റെ സഭ തീരുമാനിച്ചു. യോഹന്നാൻ്റെ സഭയ്ക്കും തോമസിൻ്റെ സഭയ്ക്കും ആ പ്രശ്നമുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സഭ ഒരു തീരുമാനമെടുത്തു. അതായത് അവരുടെ മുമ്പിൽ 3 ചോയ്സാണ്. ഒന്ന്, പത്രോസിൻ്റെ സഭയിൽ ലയിക്കുക. മറ്റൊന്ന്, പുറത്തു പോകുക, സഭയ്ക്ക് പുറത്തു പോകുക. 3, സ്വന്തം സ്വത്വം, തനത് സ്വത്വം ആവിഷ്കരിച്ചുകൊണ്ടും സമർത്ഥിച്ചുകൊണ്ടും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയുടെ ഉള്ളിൽ നിൽക്കുക. അപ്പോൾ ആ സഭയുടെ തീരുമാനം അനുസരിച്ച് യോഹന്നാൻ സുവിശേഷം എഴുതി. അപ്പോൾ യോഹന്നാൻ്റെ സഭയ്ക്കും തോമസിൻ്റെ സഭയ്ക്കും ഒരേ അനുഭവമാണ്, വലിയ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ തോമസിൻ്റെ സഭയ്ക്ക് ഒരുപോലെ പ്രശ്നം, യോഹന്നാൻ്റെ സഭയ്ക്കും. അങ്ങനെ പുറത്തു പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. കാരണം യോഹന്നാൻ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്, നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ വൈ ആർ യു സ്പീക്കിംഗ് വിത്ത് എ വുമൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. ഇച്ചിരി കട്ടിയാണ്, എന്നാലും വായിച്ച് നോക്കുക, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദ ഗോസ്പൽ അക്കൗണ്ട് ദ ബിലവഡ് ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട്. ഇല്ലെങ്കിൽ ആത്മാവിൻ്റെ വാളെന്ന് പറഞ്ഞ് മലയാളത്തിൽ 5 വോളിയം പുസ്തകമുണ്ട്.
ഇതിലൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ വിശദമായിട്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇവിടെ പറയാൻ കഴിയില്ല. യോഹന്നാൻ പത്രോസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ പുറത്താക്കാൻ, എൻ്റെ സഭയെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതേ കാര്യം തന്നെയാണ് തോമസിൻ്റെ സഭയും ചോദിച്ചത്. ഈശോയെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച ആളാണ് തോമസിൻ്റെ സഭയും. അത് കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ട് അംഗീകരിച്ചത് തോമസിൻ്റെ സഭയാണ്. അങ്ങനെയുള്ള ഒരു സഭയെ പുറത്താക്കാൻ പത്രോസിൻ്റെ സഭയ്ക്ക് എന്തധികാരം? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് യോഹന്നാൻ 20 അധ്യായങ്ങൾ എഴുതിയത്. അതിൻ്റെ ക്ലൈമാക്സ് എന്താണ്? തോമാസിലെ വിശ്വാസ പ്രഖ്യാപനം അല്ലേ? 20-ാമത്തെ അധ്യായം 24 മുതൽ 29 വരെ വാക്യങ്ങളിൽ തോമാസ് ലീഗയുടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഈശോയോട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തോടെയാണ് സുവിശേഷം അവസാനിപ്പിക്കണേ. യോഹന്നാൻ്റെ സുവിശേഷം തോമാസ് ലീഗയുടെ വിശ്വാസ സത്യത്തോടെയാണ് അവസാനിപ്പിക്കണേ. എന്നിട്ട് അത് റോമായുടെ മുമ്പിൽ സമർപ്പിച്ചു ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ. റോമ പറഞ്ഞു അത് വായിക്കാൻ പോലും പാടില്ല, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കാൻ പോലും പാടില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ 21-ാം അധ്യായം കൂടി എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ റോം അംഗീകരിച്ചു പ്രസിദ്ധപ്പെടുത്താൻ. അങ്ങനെ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞപ്പോഴോ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാണ് വിശ്വാസ പ്രമാണം പോലും രൂപപ്പെട്ടത്. നിങ്ങൾക്കറിയാം, വിശ്വാസ പ്രമാണമൊക്കെ രൂപപ്പെട്ടത് പൗരസ്ത്യ സഭകളിലാണ്, പാശ്ചാത്യ സഭയിലല്ല. അതിന് പോലും കാരണമായത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമാസ് ലീഗയ്ക്കും യോഹന്നാൻ്റെ സഭയ്ക്കും ഒരേ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് തോമാസ് ലീഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ വിട്ടുകളഞ്ഞു. കാരണം പത്രോസിൻ്റെ പാരമ്പര്യമാണ് അവർ. യോഹന്നാനെ വിട്ടുകളയല്ല, അതും കൂടി എഴുതി വെക്കണമെന്നും, പത്രോസല്ല തോമാസ് ലീഗയാണ് ഏറ്റവും വലിയ വിശ്വാസം പ്രഖ്യാപിച്ചതെന്നും, അങ്ങനെ പ്രഖ്യാപിച്ചവനെയും അവൻ്റെ സഭയെയും പുറത്താക്കുന്നത് ശരിയല്ലെന്നും പ്രഖ്യാപിച്ചു. സഹശിഷ്യന്മാർ എന്ന വാക്കിലൂടെ തോമാസ് ലീഗ അത് അറക്കിട്ട് ഉറപ്പിക്കുകയാണ്. എന്താ ഗംഭീരെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ തോമാസ് ലീഗയുടെ ദുഃഖാന തിരുനാൾ എന്തുകൊണ്ടാണ് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടോ? ഭാരതസഭ മാത്രമല്ല, ലോകം മുഴുവൻ. കാരണം ഇത്രയും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ മറ്റൊരു സ്ലീഹ ഇല്ല, യേശുവിനില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ആ പൈതൃകമാണ് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ സഭ മറ്റൊരു ലയിക്കാനായിട്ട് നടക്കുന്നത്, മറ്റു സഭയുടെ പാരമ്പര്യങ്ങൾ വികൃതമായിട്ട് അനുകരിക്കാൻ വേണ്ടി നടക്കുന്നത്. നാണമില്ലേ പൗരസ്ത്യ സഭയെന്നും പറഞ്ഞിട്ട്, തോമാസ് ലീഗയുടെ സഭയെന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും ഉയർന്ന വിശ്വാസ പൈതൃകമുള്ളതിനെ അത് തീർത്തും അവഗണിച്ചിട്ട് വികൃതമാക്കി വേറെ തരത്തിലേക്ക് പോകാനായിട്ട്? അതിന് പരിഹാരമായിട്ട് കൂടിയാണ് ഈ വചനപ്രഘോഷണം. അതിനാൽ ഈ ഈ ഈ ഈ വചനപ്രഘോഷണം നിങ്ങൾ കേട്ട് അത് പ്രചരിപ്പിക്കണമെന്നും, ഇതൊന്നും ആർക്കെതിരല്ല, പക്ഷെ സത്യം പറയണ്ടേ. ഈ യോഹന്നാനും തോമാസ് ലീഗയ്ക്കും ആവിഷ്കരിച്ച സത്യം തന്നെയാണ് ഞാൻ പറയണേ, വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആർക്കും എതിരല്ല, ഇത് വിഭാഗീയതയല്ല. നമ്മൾ ഇല്ലേ, അർത്ഥം പുറത്താക്കപ്പെടുന്നവൻ്റെ വേദനയാണത്, നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ കരച്ചിലാണത്. സ്നേഹത്തിൻ്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ നീതി നിഷേധിക്കപ്പെട്ടാൽ അത് സ്നേഹമല്ലെന്ന് പറഞ്ഞവനും കൂടിയാണ്. നീതി നിഷേധിക്കപ്പെട്ടാൽ പിന്നെ സ്നേഹമൊന്നുമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ അനീതി സഹിക്കുന്നതാണ് എപ്പോഴും സ്നേഹം. ഒരാൾ എപ്പോഴും അനീതി സഹിക്കുക, അത് സ്നേഹം? നീതി നിഷേധിക്കപ്പെട്ടാൽ സ്നേഹമില്ല, പിന്നെ അവിടെ അടിമത്തമേ ഉള്ളൂ. അത് വകവെച്ച് കൊടുക്കാൻ പാടില്ല. സ്നേഹം അത് വകവെച്ച് കൊടുക്കില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അടിമത്തം സഹിക്കലല്ല, അനീതി സഹിക്കലല്ല. ചുരുക്കത്തിൽ ഇത് വളരെ ശക്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഞാൻ തോമായുടെ മക്കളോട് പറയുകയാണ്. ഇന്ന് സൽപ്രവൃത്തിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് മറ്റൊരു ഒരു പരിത്യാഗമാണ്. ഈ കുർബാനയുടെ ചരിത്രം തോമസ് മണ്ണൂരം പറമ്പലച്ചൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുർബാനയുടെ ചരിത്രം 1-ാം നൂറ്റാണ്ട് മുതൽ ഈ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനയുടെ ചരിത്രം, ആ ചരിത്രം പുസ്തകം അത് ഒരു കോപ്പി വാങ്ങിച്ച് വായിക്കണം. തീർന്നില്ല, പൈസ ഉണ്ടെങ്കിൽ ഒരല്പം പൈസ തോമസ് ലീഗയുടെ തിരുനാളിന് വേണ്ടി മാറ്റി വയ്ക്കുക, ഒരു കോപ്പി എക്സ്ട്രാ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾക്കോ അച്ഛന്മാർക്കോ കന്യാസന്മാർക്കോ ഒരു സമ്മാനമായിട്ട് കൊടുക്കുക. ഇത്തവണത്തെ ദുഃഖാനയ്ക്ക് അങ്ങനെ ഒരു പരിത്യാഗമാകട്ടെ. സുഹൃത ജപം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളതാണ് നമ്മൾ സുഹൃത ജപമായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഗ്രീക്കിലാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഗ്രീക്കിലാണ് നമ്മളിന്ന് ചൊല്ലുന്നത്. യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്, നമുക്ക് ദൈവവചനമായി കിട്ടിയിരിക്കുന്നത്. ഹോ ക്യൂരിയോസ് മൂ കായ് ഹോ തെയോസ് മൂ, അങ്ങനെയാണ് ഗ്രീക്കിൽ. ഹോ ക്യൂരിയോസ് മൂ അല്ലേ, ഹോ ക്യൂരിയോസ് ദ ലോർഡ് മൂ, എൻ്റെ ആ കർത്താവേ എന്നാണ് ശരിക്കും ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ. കായ് ആൻഡ്, ഹോ തെയോസ് മൂ, ഹോ ദ, തെയോസ് ഗോഡ്, മൂ എൻ്റെ,
എൻ്റെ ആ കർത്താവേ, എൻ്റെ ആ ദൈവമേ എന്ന് വെച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപ്പെടുത്തപ്പെട്ട ആ കർത്താവേ, ആ ദൈവമേ എന്നാണ് ഗ്രീക്കിൽ കിടക്കണേ. ഓ മൈ ഗോഡ് എന്ന് വിസ്മയിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് യഹോവ സാക്ഷികളും മറ്റും പറഞ്ഞു നടക്കണേ. അവർക്ക് ഗ്രീക്ക് അറിയാത്തത് കൊണ്ടും മൂല ഭാഷ അറിയാത്തത് കൊണ്ടും ഈശോയെ ദൈവമായി അംഗീകരിക്കുകയില്ല എന്ന പൈശാചിക ചിന്തയുള്ളത് കൊണ്ടുമാണ് അവരങ്ങനെ പറയുന്നത്. നമ്മുടെ സുഹൃത്ത് ജപം ചൊല്ലുന്നത് എങ്ങനെയാണ്? തോമാസ് ലീഗ ചെയ്തതുപോലെ ഈശോയെ നോക്കി, ഈശോയുടെ മുഖത്ത് നോക്കി അവൻ ആരാണെന്ന് സത്യം വിളിച്ച് പറയുക. അത് തോമാസ് ലീഗ ചെയ്തതുപോലെ അവൻ്റെ ഈശോയുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയട്ടെ. ഹോ ക്യൂരിയോസ് മൂ ഖായ് ഹോ തയോസ് മൂ. ഹോ ക്യൂരിയോസ് മൂ ഖായ് ഹോ തയോസ് മൂ. അത് പല പ്രാവശ്യം ആവർത്തിക്കുക, ഗ്രീക്ക് ഭാഷയിൽ തന്നെ, മൗലികമായ ഭാഷയിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.